ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് നമ്മുടെ കമ്പനി, എന്താണ് നമ്മുടെ ബിസിനസ്, നമ്മൾ ഒരു കമ്പനി സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ചും, ഒരുപക്ഷെ ഒരുപാട് ആളുകൾ മൈലേഷ്യയിൽ വന്നിട്ട് സക്സസ് ആവാതെ പോയ കുറച്ച് ആളുകളുണ്ട്. അതിന്റെ കാരണങ്ങളടക്കം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പുതിയ ആളുകളൊന്നും ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി എന്നെ ഇന്ന് പരിചയപ്പെടുത്താം. അയ്യൂബ് കൊടുവള്ളി. 6 വർഷമായിട്ട് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഈ ഒരു കമ്പനിയിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 2018 ഞാൻ ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തത്. ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻഡസ്ട്രിയുടെ വലിയ അപാരമായ സാധ്യതയൊന്നും മനസ്സിലാക്കിയല്ല ഈ ഒരു കമ്പനിയിൽ വന്നിട്ടുള്ളത്. പ്രോഡക്റ്റ് ഉപയോഗിച്ചു, പ്രോഡക്റ്റ് ആദ്യം എടുത്തു. കാരണം അത് നിരസിക്കാൻ പറ്റാത്ത നമ്മൾ പല ബന്ധങ്ങളും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് എടുത്തു. ബിസിനസ് ആയിട്ട് ചെയ്യണം എന്നൊന്നും ഉദ്ദേശിച്ച ആളല്ല. പക്ഷേ അതിന്റെ റിസൾട്ടിൽ പിന്നീട് അപാരമായിട്ടുള്ള റിസൾട്ട് വന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പഠിക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇത് ഫുൾ ടൈം കരിയർ ആയിട്ട് 2020 കൂടിയിട്ട് ഫുൾ ടൈം കരിയർ ആയിട്ട് ഈ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഒരു കമ്പനി ഏറ്റെടുത്തു, സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്താണ് മൈലേജ് സ്റ്റീൽ കമ്പനി? നിങ്ങളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഇന്ന് നമ്മുടെ ഈ ഒരു സമൂഹത്തിലുണ്ട്. നല്ലതും മോശമായിട്ടുള്ളതും ഞാൻ പറയുന്നില്ല ഒരിക്കലും മൈലേജ് സ്റ്റീൽ മാത്രമാണ് ഏറ്റവും നല്ല, അല്ലെങ്കിൽ അത് മാത്രമേ നല്ല കമ്പനി ഉള്ളൂ എന്നൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് കമ്പനികൾ നല്ലതുണ്ട്. ഞാൻ ഈ കമ്പനി സീരിയസ് ആയിട്ട്, മൈലേജ് സ്റ്റീൽ സീരിയസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്തൊരു കാര്യം, ഇന്ന് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അന്ന് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 8ഓളം കമ്പനിന്റെ പ്ലാനും അതിന്റെ പ്രോഡക്റ്റും കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷമാണ് ഫുൾ ടൈം കരിയർ ആയിട്ട് ഈ ഒരു ബിസിനസ് ഞാൻ ഏറ്റെടുത്തത്. കാരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനെ സീരിയസ് ആയിട്ട് ചെയ്യുക, ആത്മാർത്ഥതയോടും കമ്മിറ്റ്മെന്റോടും കൂടി ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് തീർച്ചയായിട്ടും എല്ലാവരും പാലിക്കേണ്ട ഒരു പ്രത്യേകത. ഞാൻ മാത്രമായിരിക്കില്ല, ഒരുപാട് ആളുകൾ അങ്ങനെ തന്നെ ആയിരിക്കും. എൻ്റെ ഒരു കാര്യം അങ്ങനെ തന്നെയാണ്. ഞാൻ ഒരു കാര്യം ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം. കാരണം ഈ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ നമ്മളെ വിശ്വസിച്ചുകൊണ്ട്, നമ്മൾ പറഞ്ഞത് കേട്ട്, നമ്മൾ എന്നും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞത് മനസ്സിലാക്കി നമ്മളെ കൂടെ ജോയിൻ ചെയ്ത് എത്രയോ ആളുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് സീരിയസ് ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ഏറ്റെടുക്കുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ചും ഈ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ടും പഠിക്കുക എന്നുള്ളത് കൊണ്ട് ഏകദേശം 8ഓളം കമ്പനികൾ, അന്ന് നിലവിൽ പ്രവർത്തിക്കുന്ന ലീഡിങ് കമ്പനികളിൽ 8ഓളം കമ്പനികളുടെ പ്ലാനും അതിന്റെ പ്രോഡക്റ്റും അതിന്റെ മറ്റു കാര്യങ്ങളും ഞാൻ ഏകദേശം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റെടുത്തത് നല്ലതാണോ അല്ലെങ്കിൽ ഇത് സീരിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൽ ഒരുപാട് നല്ല കമ്പനികളുണ്ട്, അത്യാവശ്യം നല്ല പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികളുണ്ട്. പക്ഷെ പ്ലാൻ നോക്കുന്ന സമയത്ത് ഇത്രത്തോളം നല്ല കോമ്പൻസേഷൻ പ്ലാൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അവർക്ക് മുന്നോട്ട് വെക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഒരു മേഖലയിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഇവിടെ ഫുൾ ടൈം ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് തക്ക വരുമാനം എനിക്ക് ഇവിടെ കിട്ടണം. എന്നാൽ മാത്രമേ ആ മേഖല ഒഴിവാക്കിയിട്ട് ഫുൾ ടൈം ആയിട്ട് എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പ്ലാൻ നോക്കുന്ന സമയത്ത് നല്ല കമ്പനികളെ നോക്കുമ്പോൾ അവരുടെ പ്ലാന് പെർഫെക്റ്റ് അല്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ടത്ര വരുമാനം ഏൺ ചെയ്യാൻ പറ്റുന്ന പ്ലാൻ അല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ അതെനിക്ക് മനസ്സിലായി മാറ്റി വെക്കുന്നു. മറ്റത് പ്രോഡക്റ്റ് അത്യാവശ്യം നല്ല പ്ലാനാണ്, വലിയ വരുമാനം കിട്ടുന്നുണ്ട്, പ്രോഡക്റ്റ് എന്തല്ല അത്രത്തോളം ക്വാളിറ്റി ഇല്ല. ഓക്കെ, അത് മാറ്റി വെക്കുന്നു. അങ്ങനെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കുറയുന്നതിനനുസരിച്ച് പ്ലാനിന് വരുമാനം കൂടുകയോ അല്ലെങ്കിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന പ്ലാനോ അവതരിപ്പിക്കുന്ന രീതിയിലാണ് എനിക്ക് മറ്റുള്ള കമ്പനികളൊക്കെ മനസ്സിലായത്. പിന്നെയുള്ളത് മണി ചെയിൻ. അത് ഞാൻ പഠിക്കാൻ പോയിട്ടില്ല. കാരണം പ്രോഡക്റ്റ് ഇല്ലാതെ ജനങ്ങളിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ച് പണം ഇരട്ടിപ്പിക്കുന്ന ഒരുപാട് കമ്പനികൾ ആ സമയത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു മേഖലയിലേക്ക് ഞാൻ കടന്നിട്ടില്ല. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു താൽക്കാലിക വരുമാനം കിട്ടി ലാഭം ഉണ്ടാക്കി കുറച്ച് പേര് അതിനകത്ത് കൊടുക്കുക എന്നുള്ളൊരു കാര്യത്തിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പ്ലാൻ ഞാൻ തീരെ പഠിക്കാൻ പോയിട്ടേ ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പ്രത്യേകിച്ച് ഒരു കമ്പനി അല്ലെങ്കിൽ ഇന്ന കമ്പനി എന്നുള്ളതിനല്ല, കോമൺ ആയിട്ട് കുറച്ച് നിങ്ങളുമായിട്ട്, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള നിങ്ങളുമായിട്ട് പറഞ്ഞു തരേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ സെഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ മോർണിംഗ് മീറ്റ് നടത്തുന്നത്. അതിലാരും ഇന്ന കമ്പനി ഒന്നും ചിന്തിക്കരുത്. കാരണം ഇന്നലെ രാത്രി എനിക്ക് കിട്ടിയ ഒരു വോയിസ് മെസ്സേജിൽ നമ്മൾ ഏതോ ഒരു കമ്പനിക്ക് എതിരിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മോർണിംഗ് മീറ്റ് വെച്ചത് എന്നാണ് ഞാൻ കേട്ടത്.
പ്രിയ സുഹൃത്തെ, ഞങ്ങൾ ഈ മോർണിംഗ് മീറ്റ് തുടങ്ങിയിട്ട് 2020 മെയ് മാസത്തിൽ ഞങ്ങൾ ഈ മോർണിംഗ് മീറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 5 വർഷവും 2 മാസവും കഴിഞ്ഞു. വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു മോർണിംഗ് മീറ്റിംഗ് ആണിത്. ഇതിൽ ആളുകൾ തികയാത്തതിന്റെ അധികരിച്ചതിന്റെ കാരണത്തിൽ ഇന്ന് ഇതേ ഞങ്ങൾ ചെറിയൊരു ഓർഗനൈസേഷനിൽ AIGയിൽ വളരെ ചെറിയൊരു ഓർഗനൈസേഷൻ തന്നെ പിന്നീട് 3 മോർണിംഗ് മീറ്റ് ആയിട്ട് സൂമിൽ കൂടെ മാറി പോവുക ചെയ്തത്. കാരണം ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് 500 ലിമിറ്റിലാണ് ഇപ്പോൾ നമ്മൾ ഇത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും 400-ന് മേലെ നമ്മൾ തന്നെ കാണാറുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കേണ്ട ആവശ്യം നിലവിൽ ഞങ്ങൾക്കില്ല. അത് ആദ്യമേ പറയട്ടെ. ആ വ്യക്തിയോ അല്ലെങ്കിൽ ആ വ്യക്തിന്റെ ആരെങ്കിലും ഈ ഗ്രൂപ്പ് ഈ മീറ്റിങ്ങിൽ കയറുന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ കേട്ടോളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കേണ്ട ഗതികേട് ഇന്ന് ഞങ്ങൾക്കില്ല. കാരണം മൈലേഷ്യൽ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് 10 ഡയറക്ട് സെല്ലിംഗ് കമ്പനീസ് ഇൻ ഇന്ത്യ, അതിൽ 10-ൽ ഫസ്റ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണ് മൈലേഷ്യൽ മാർക്കറ്റിംഗ്. ആദ്യം നിങ്ങൾ അതിനകത്തേക്ക് കയറാൻ ശ്രമിക്കുക. എന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ വേണമെങ്കിൽ ചർച്ച ചെയ്യാം. നമ്മളൊരു ചൊല്ലുണ്ട്, ആനപ്പുറത്തിരിക്കുമ്പോൾ പട്ടിയെ പേടിക്കണോ. അതൊരു ചൊല്ലാണ്. അതാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ എവിടെയോ ഞാൻ കേട്ടതാണത്. അപ്പോൾ ഇവിടെ ഇതിന്റെ അനന്തരം അത്രത്തോളം. കാരണം ഇന്ന് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ മൈലേജ് സ്റ്റൈലിന്റെ ടേൺ ഓവറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 2ാമത്തെ പൊസിഷനിലുള്ള കമ്പനിയും 3ാമത്തെ പൊസിഷനിലുള്ള കമ്പനിയും 4ാമത്തെ പൊസിഷനിലുള്ള കമ്പനിയും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എത്താൻ പറ്റാത്ത ലെവലിലേക്കാണ് ഇന്ന് മൈലേജ് സ്റ്റൈലിന്റെ ടേൺ ഓവറും ഗ്രോത്തും പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതേപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു കമ്പനി എന്തുകൊണ്ട് മറ്റ് ഉള്ള കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, മറ്റുള്ള കമ്പനികളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പനി എടുത്ത് പറയേണ്ട കാര്യം എനിക്കില്ല. കാരണം ഇതിനെ ഒരു കമ്പനി പോലും ഭീഷണിയല്ല. അതാദ്യമേ മനസ്സിലാക്കുക. അപ്പൊ മറ്റുള്ള കമ്പനികൾ എത്രത്തോളം വ്യത്യസ്തമാണ്. ഒന്ന്, യുണീക്ക് പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് അല്ല നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മളെ പേസ്റ്റ് പോലും ആ ക്വാളിറ്റി ഉള്ള പേസ്റ്റ് കടയിൽ മാർക്കറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മളെ വെൽനസ് പ്രൊഡക്റ്റ് ആണെങ്കിലും ഈ ഇൻഗ്രീഡിയൻസ് ചേർത്ത പ്രൊഡക്റ്റുകൾ ഈ റേറ്റിലോ അല്ലെങ്കിൽ ഈ ക്വാളിറ്റിയിലോ ഇന്ന് കടയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നില്ല. അവിടെയാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത്. ഓക്കെ, നമ്മൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ്, അല്ലാതെ ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ വീട് വീടാന്തരം കയറി വിൽക്കുന്ന ഒരു കമ്പനിയല്ല. അത് ഇതിനകത്തുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് വാങ്ങി ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യണേ ചെയ്യാം, അത് നോ ഇഷ്യൂസ്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ടും അതായത് നമ്മൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആയിട്ട് ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ തടയിടാൻ വേണ്ടി പ്രിക്കോഷൻ ആയിട്ട് കൊടുക്കുന്ന വെൽനസ് ഉൽപ്പന്നങ്ങളിൽ ദ മോസ്റ്റ് നമ്പർ 1 കമ്പനി ഇൻ ഇന്ത്യ, അതാണ് മൈലേഷ്യൽ മാർക്കറ്റിംഗ് കമ്പനി. ഓക്കെ, ഇന്ന് ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനി. ഇവിടെ നിങ്ങൾ ഓരോരുത്തരും പല ആളുകളെയും വീടുകളിൽ സോപ്പ് പൗഡറോ വേറെന്തൊക്കെയോ വിൽക്കുന്ന പല കമ്പനികളും നിങ്ങളെ സമീപിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഒരു പ്രയാസമില്ല. നിങ്ങൾ വ്യക്തമായിട്ട് അതിനൊന്ന് മനസ്സിലാക്കുക മാത്രം. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഒരാൾ ഇന്ന കമ്പനി മാത്രം ചെയ്യണം എന്നൊന്നുമില്ല. ചെയ്തു കഴിഞ്ഞാലുള്ള നേട്ടവും കോട്ടവും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. കാരണം ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ നല്ലെങ്കിലും നിങ്ങളെ തൊട്ടടുത്ത കടയിൽ നിന്ന് കിട്ടും. അത് വിൽക്കാൻ വളരെ ഈസിയാണ്. തുടക്കത്തിൽ ചിലപ്പോൾ ആ തുടങ്ങുന്ന പാക്കേജിൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടും, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്. ഓക്കെ, ആ തുടങ്ങുന്ന സമയത്ത് അത്തരം കമ്പനികളിലൊക്കെ വർക്ക് ചെയ്ത് 6 മാസവും 1 വർഷവും കഴിഞ്ഞതിന് ശേഷം വേണ്ടത്ര പ്രതീക്ഷയിൽ വന്ന അത്രത്തോളം പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലായതിനു ശേഷം നിർത്തിപ്പോ എത്രയോ ആളുകൾ നമുക്കും അറിയാം. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം അതല്ല നമ്മളെ പണി. ഇവിടെ ഇന്നലെ ഏതോ ഒരു സുഹൃത്ത് വിട്ട ഒരു വോയിസ് മെസ്സേജിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ മൈലേജ് സ്റ്റൈൽ, ഞാൻ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. ഏകദേശം 1.5 വർഷം ഈ ബിസിനസ്സിൽ ഉള്ള സമയത്ത് ഇനി ഇത് ചെയ്യണോ ചെയ്യണ്ടയോ എന്ന് ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വിചാരിച്ച ലെവലിലേക്കുള്ള ഒരു ഏണിങ്സ് ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, ഞാൻ വലിയ പ്രതീക്ഷയിൽ വന്നു, വലിയ വരുമാനത്തിലേക്ക് തുടക്കത്തിൽ എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഞാൻ എന്തിനു മൈലേജ് സ്റ്റൈൽ വന്നു? ഞാൻ വേറെ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ജോലി ബിസിനസ് ചെയ്യുന്നുണ്ട്, അവിടെ എനിക്ക് മാന്യമായ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പൊ അതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മൈലേജ് സ്റ്റൈൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഇത് പഠിക്കണം, ഇത് ഇതിൻ്റെതായ റൂട്ട് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചു? ഇന്ന് കമ്പനിയുടെ സീലിംഗ് അച്ചീവ്മെന്റ് അടക്കം ഒരുപാട് അച്ചീവ്മെന്റുകളും വലിയ വരുമാനത്തിലേക്കും എനിക്ക് ഇന്ന് എത്താൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ ഞാൻ അന്ന് ഇട്ടേച്ച് പോയിട്ടുണ്ടെങ്കിലോ എനിക്ക് ഒരു കാരണവശാലും ഇത് എത്തിപ്പിടിക്കാൻ പറ്റില്ല. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ നമ്മളെ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ദിവസ വരുമാനമാണ് അവർ ചിന്തിക്കുന്നതെങ്കിൽ ഇത് ദിവസ വരുമാനം അല്ല ഫോക്കസ് ചെയ്യേണ്ടത്.
ഇത് ആഴ്ച വരുമാനമോ മാസ വരുമാനമോ നിങ്ങൾ ഒരു വർഷം ചെയ്തതിനു ശേഷം നിങ്ങൾ എവിടെ എത്തി, നിങ്ങളെ ശരാശരി വരുമാനം എത്ര ലെവലിലേക്ക് മാറി എന്നുള്ളത് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഒരു 3-4 വർഷം മൈലേഷ്യൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തും എന്നുള്ള കാഴ്ച നിങ്ങൾക്ക് എന്ത് വേണം? മുൻകൂർ കാണാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം. ഒരുപക്ഷെ നിങ്ങൾ ഒരു 2-3 ദിവസം നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ അല്ലെ റീറ്റെയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങളെ സമീപിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു വ്യക്തിന്റെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ഒരു 300-400 ഇനി 500 രൂപ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ 500 രൂപ കിട്ടാൻ അത് ഡയറക്ട് സെല്ലിംഗ് കമ്പനി മാത്രം ചെയ്തോളുന്നില്ല. നമ്മൾ കൂലിപ്പണിക്ക് പോയി കാണുമെങ്കിലും ആ 500 രൂപ കിട്ടും. അതിനല്ല നമ്മൾ മൈലേഷ്യയിൽ വന്നിട്ടുള്ളത്. നമ്മൾ മൈലേഷ്യയിൽ വന്നിട്ടുള്ളത് എന്തിനാ? നമ്മൾ വരെ ജീവിച്ച നമ്മുടെ തലമുറ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചതെങ്കിൽ നമ്മൾക്ക് ശേഷം ആ കഷ്ടപ്പാടിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പല കമ്പനികളും അവരുടെ ടോട്ടൽ ടേൺ ഓവർ നോക്കുകയാണെങ്കിൽ, ടോട്ടൽ കമ്പനിന്റെ ടേൺ ഓവർ നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊബിൻ സാർ വാങ്ങിച്ച വരുമാനത്തിന്റെ പകുതി പോലും എത്തൂല. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് ഒരു കമ്പനിന്റെ ടോട്ടൽ ടേൺ ഓവർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊബീൻ സാർ ഏകദേശം 1 കോടി മാസ വരുമാനം വാങ്ങിക്കുന്ന മൊബീൻ സാറിന്റെ വാങ്ങിച്ച വരുമാനത്തിന്റെ പകുതി പോലും എത്താത്ത ടേൺ ഓവറുള്ള ഒരുപാട് കമ്പനികൾ. നമ്മൾ ഒരാളെയും കുറ്റം പറയുന്നില്ല, അവരൊക്കെ വളരട്ടെ, പറ്റുന്നെങ്കിൽ നമ്മളെ പോലെ ആവട്ടെ. എന്നിട്ട് നമ്മളുമായിട്ട് കോമ്പറ്റീഷൻ എന്ത് ചെയ്യാം? നമുക്ക് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, സോപ്പ് പൊടി വിൽക്കുന്ന കമ്പനി ആവട്ടെ, ഇനി വേറെ ഏതൊരു കമ്പനി ടോയ്ലറ്റ് ക്ലീനർ വിൽക്കുന്ന കമ്പനി ആവട്ടെ, ഒന്നും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ലോകത്ത് ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉണ്ടാക്കുന്ന, സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന കമ്പനികൾ വിൽക്കുന്ന പ്രോഡക്റ്റുകൾ ഏതെല്ലാം എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇന്ന് ലോകത്ത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ മോസ്റ്റ് കമ്പനികളിലും ഉള്ളത് വെൽനസ് പ്രോഡക്റ്റുകൾ. കാരണം എന്താ? വെൽനസ് ഈസ് ദ മോസ്റ്റ് റെവല്യൂഷൻ ഇൻഡസ്ട്രി ഇൻ ദ ഫ്യൂച്ചർ. വലിയ രീതിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, സെയിൽസിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, ഫ്യൂച്ചറിൽ ഏറ്റവും ജനങ്ങളിലേക്ക് ആവശ്യമുള്ള ഒരു ഉൽപ്പന്നമാണ് ഏത്? വെൽനസ് എന്ന് പറയുന്നത്. നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നയോ അല്ലെങ്കിൽ വെൽനസിന് കിട്ടാത്തത് കൊണ്ട് പ്രയാസപ്പെടുകയോ ഒരുപാട് കാലം ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വരെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ വെൽനസ് പ്രോഡക്റ്റുകൾ അത്രയും ക്വാളിറ്റി ഉള്ളതായതുകൊണ്ടാണ്. നിങ്ങൾ കൊടുക്കുന്നത് അവിടെ ക്ലീനിങ് ഉൽപ്പന്നങ്ങളല്ല, അത് അവർക്ക് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കോളും. നിങ്ങൾക്ക് ഇത് ഈസി റീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു കമ്പനി തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ റീറ്റെയിൽ അല്ല, ഡയറക്ട് സെല്ലിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ജോയിനിങ് ആണ്, നെറ്റ്വർക്ക് ആണ്. അവിടെ നിങ്ങളിൽ കൂടെ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യപ്പെടുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികൾ വാങ്ങിക്കുന്ന ലെവലിലേക്കുള്ള ടേൺ ഓവറും അതിന്റെ വരുമാനവും നാളുകളിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഞാൻ പറയുന്നു, നമ്മളെ വെല്ലുവിളിക്കുന്ന ഏതെങ്കിലും കമ്പനിയോട് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ വാങ്ങിക്കുന്ന വരുമാനം വാങ്ങിക്കുന്ന ലീഡേഴ്സ് പോലും ഒരു പക്ഷെ അതിനകത്ത് ഉണ്ടാവില്ല. നിങ്ങൾ മൈലേഷ്യയിൽ ചെയ്യുന്നത് എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളുകളിൽ, അതായത് നിങ്ങൾ ഇതിനെ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഒരുപാട് ഈർക്കിൾ കമ്പനികളൊക്കെ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടാവും. നാളെ അവർക്കും കൂടെ കാണിച്ചു കൊടുത്ത് അവരെയും കൂടെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ലെവലിലേക്കുള്ള ഒരു ഇൻകം, വരുമാനം നിങ്ങൾക്ക് ഇതിനകത്ത് ഏൺ ചെയ്യാൻ സാധിക്കും. പല പ്രാവശ്യവും പ്ലാൻ മാറ്റുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഈ അടുത്ത് വേറൊരു കമ്പനിയെ കുറിച്ച് ഞാൻ കേട്ടത് 13 പ്രാവശ്യം പ്ലാൻ മാറ്റി. 22 വർഷമായിട്ട് ആ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാന ലീഡർ ആ കമ്പനിയിൽ നിന്ന് മാറി എന്നാ പറഞ്ഞത്. നമ്മൾ ഒരു കമ്പനിയെ പേരെടുത്തിട്ടോ അല്ലെങ്കിൽ മോശമാക്കിയിട്ടോ പറയല്ല. ആ വ്യക്തി പബ്ലിക്കായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? കമ്പനി നല്ല കമ്പനിയാണ്, പ്രോഡക്റ്റും അത്യാവശ്യം കുഴപ്പമില്ല, നല്ല പ്രോഡക്റ്റാണ്, പക്ഷെ പ്ലാൻ കറക്റ്റ് അല്ല. ഞാൻ 2018 ഈ കമ്പനിയിൽ വന്ന സമയത്ത്, ഏത് കമ്പനിയാണെന്ന് എനിക്കറിയില്ല, ഏതൊരു സോപ്പ് പൊടിക്കുന്ന കമ്പനി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ലെവലിലേക്ക് ഭാവിയിൽ ആവാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ആ സമീപിച്ച വ്യക്തി പോലും ഇന്ന് ഈ ബിസിനസ് ചെയ്യുന്നില്ല, ആ കമ്പനി ചെയ്യുന്നില്ല. വേറെ 3-4 കമ്പനി മാറിപ്പോയി. ഇപ്പം ഡയറക്ട് സെല്ലിങ്ങേ ചെയ്യാതെ മാറ്റിവെച്ച അവസ്ഥ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കമ്പനിയിൽ ഏറ്റവും നല്ല മാനേജ്മെന്റിന്റെ കൂടെ ഏറ്റവും നല്ല ടീമിന്റെ കൂടെ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാം. ഒരുപക്ഷെ ചെറിയ കുറച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തുടക്കക്കാരായിട്ടുള്ള നമ്മളെ ടീമിൽ നിന്നോ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്നൊക്കെ ആ കമ്പനിയിലേക്ക് പോയിട്ടുണ്ടാവാം. അവരുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ കമ്പനിനെ തകർക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളടക്കം വരുന്ന ഈ ടീമോ അല്ലെങ്കിൽ വലിയൊരു ഓർഗനൈസേഷനോ ഈ കമ്പനിയിൽ മിസ്സായി കഴിഞ്ഞാൽ പോലും ഈ കമ്പനി അറിയാൻ പോലും പോകുന്നില്ല. മൈലേഷ്യൽ കമ്പനി 2000 കോടി ടേൺ ഓവർ ക്രോസ് ചെയ്ത ഈ ഒരു കമ്പനി, നമ്മൾ എത്രയോ പേര് ഈ മോർണിംഗ് മീറ്റിലെ മുഴുവൻ ആളുകളും ഇനി അവരുടെ കൂടെ പോയി കൊടുത്താലും അവരുദ്ദേശിക്കുന്ന ഈ കമ്പനിയോ അല്ലെങ്കിൽ ഇതിന്റെ ടേൺ ഓവറിനോ അറിയാൻ പോലും പോകുന്നില്ല. എന്നിട്ടല്ലേ ബാക്കി കാര്യം.
ഓക്കെ. അപ്പൊ ഇവിടുന്ന് ഒന്നോ രണ്ടോ ആളുകൾ ലീഡേഴ്സുമായിട്ടുള്ള ഈഗോന്റെ പേരിൽ, അല്ലെ വർക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ലീഡേഴ്സിന് വർക്ക് കൊടുത്ത് വീട്ടിൽ നിന്ന് വരുമാനം വാങ്ങിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളെ ഫ്യൂച്ചർ നഷ്ടപ്പെടുത്തി എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവും. ഈ ബിസിനസ് ചെയ്ത ഞങ്ങളും ആ ബിസിനസ് ചെയ്ത നിങ്ങളും അവിടെ വേണം. എന്നിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യണം. തീർച്ചയായിട്ടും ആർക്ക് മെച്ചം, ആർക്ക് നേട്ടം. ഏറ്റവും കൂടുതൽ റീറ്റെയിൽ ചെയ്ത് നിങ്ങളായിരിക്കും. ഓക്കെ, ഫസ്റ്റ് മാർക്ക് അതിന് തന്നു. കാരണം ഞങ്ങൾ അതിന് വേണ്ടി നിൽക്കുന്ന ആളുകളല്ല. അതല്ല നമ്മളെ ഉദ്ദേശം. നമ്മൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും രക്ഷപ്പെടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആർക്കും നേട്ടം ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം ഈ കമ്പനിയുടെ വിഷനും മിഷനൊക്കെ വളരെ വ്യത്യാസമുള്ളതാണ്. നമ്മൾ ഒരു കമ്പനി ഇന്നലെ ഞാനൊരു വോയിസ് മെസ്സേജ് വിട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി പറയാണ് അവർക്കെതിരിൽ സംസാരിക്കാൻ വേണ്ടി ഒരു മീറ്റിംഗ് പോലും സംഘടിപ്പിക്കേണ്ടി വന്നു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഈ മീറ്റിംഗ് ഞങ്ങൾ സ്ഥിരമായിട്ട് റെഗുലർ ആയിട്ട് വെക്കുന്ന മീറ്റിംഗ് ആണ്. ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ അവർ ചെയ്യുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഏതോ ഒരു സോപ്പ് പൊടി കമ്പനി, എത്രയോ കമ്പനി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ, എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ഒരു സോപ്പ് പൊടി കമ്പനിന്റെ ആളുകൾ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുത്ത് വന്ന് പറയാണ്, ലേശം ഒന്ന് സീരിയസ് അല്ലാത്ത ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങളെ മൈലൈഫിന്റെ പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്ന പ്രോഡക്റ്റുകൾ ആവശ്യമുണ്ട്, അത് ഞങ്ങൾ വിറ്റോളാം, പകരം ഞങ്ങളെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരാം. ഞങ്ങൾ പറയുന്നു ഒരു കമ്പനിയുടെ പ്രോഡക്റ്റും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് അത് വിൽക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് അത് അറിയില്ല, ഞങ്ങളെ പ്രോഡക്റ്റ് മാത്രമേ വിൽക്കാൻ അറിയൂ, ഞങ്ങൾ അതിനുള്ള ട്രെയിനിങ്ങാണ് പഠിച്ചത്. ഞങ്ങളെ പ്രോഡക്റ്റ് നിങ്ങൾ വിറ്റിരണമെന്നില്ല, ഇതിന് പകരം അവരെ പ്രോഡക്റ്റ് തരാം, എന്നിട്ട് നിങ്ങൾ ഇതിനകത്ത് ഐഡിയ അടിച്ചോളൂ, ഇതും കൂടെ ചെയ്തോളൂ. എന്തൊരു കഷ്ടകാലാണത് അല്ലെ? ഒരുപാട് ആളുകള് എനിക്ക് നിങ്ങളോട് വളരെ സങ്കടത്തോട് പറയാനുള്ള കാര്യത്തിലേ ഉള്ളൂ. ഡയറക്റ്റ് സെല്ലിങ് ചെയ്യാതെ എത്രയോ ആളുകൾ ഇന്ന് ഇന്ത്യയിൽ ആകെ വളർച്ച എന്ന് പറയുന്നത് ഒരു 1.something, അതായത് 2% എത്തിയിട്ടില്ല. 143 കോടിക്ക് മേലെ ജനങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. നിങ്ങൾ അവരിലേക്ക് ഇറങ്ങിയിട്ട് ഇതിന്റെ സാധ്യത പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഓക്കെ, അതാണ് ശരിക്കും ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ആശയത്തിൽ കൂടെ നമ്മൾ ചെയ്യേണ്ടത്. അവിടെയാണ് നിങ്ങൾ ആ ഒരു നിലവാരം സംരക്ഷിക്കേണ്ടത്, കാത്തു സൂക്ഷിക്കേണ്ടത്. നിങ്ങളൊരു ക്വാളിറ്റി ഉള്ള കമ്പനിയാണോ അല്ലെങ്കിൽ ലീഡർഷിപ്പിലോ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആളുകൾ ഈ സാധ്യത അറിയാതെ കഷ്ടപ്പെട്ട് കൂലിപ്പണിക്ക് പോയിട്ട് ഒന്നും ബാക്കി വെക്കാൻ പറ്റാതെ ജീവിച്ചു പോകുന്ന ആളുകളുണ്ട്. അവരെ രക്ഷപ്പെടുത്തും. ഞങ്ങളെ പ്രോഡക്റ്റുകൾ നിങ്ങൾ വിറ്റ് കഷ്ടപ്പെടണ്ട, നമ്മളെ പ്രോഡക്റ്റ് വിറ്റ് തരാം, എന്നിട്ട് പകരം ഞങ്ങളെ കമ്പനിയുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരാം. ഓക്കെ. അതേപോലെ പല ആളുകളുടെയും സമ്മതം കൂടാതെ ID രജിസ്റ്റർ ചെയ്തു അറിയപ്പെടുന്നു കേൾക്കുന്നുണ്ട്. നമ്മുടെ ഷാഹിർ സാറിന്റെ ID ഉണ്ടെന്നൊക്കെ പറയുന്നേക്കുന്നുണ്ട്. എന്റെ പേര് പറഞ്ഞിട്ട് ഷാഹിർ സാർ നിങ്ങൾ NTC ലീഡർ അല്ലെ, അദ്ദേഹത്തിന് പിന്നെ ഞങ്ങളെ കമ്പനിയിൽ ID ഉണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ പറയപ്പെട്ട കമ്പനിയിൽ ID അടിച്ചിട്ടില്ല. ഞാൻ ഒരു ഉപ്പനാണ് ഉപ്പയെന്ന് വിളിച്ചിട്ടും ഒരു ഉമ്മനാണ് ഉമ്മ, അവർ രണ്ടുപേരും ഇന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ പറയുന്ന കമ്പനിയിലെ ഒരു സോപ്പ് പൊടി പോലും ഞാൻ ഇന്ന് ഉപയോഗിച്ചിട്ടില്ല. അവരൊരു മീറ്റിങ്ങിന് പോലും ഞാൻ പങ്കെടുത്തിട്ടില്ല. എനിക്ക് നിങ്ങളോട് കൃത്യമായിട്ട് എൻ്റെ പേര് ആരെങ്കിലും പരാമർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളതാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഒരു പിന്നെ ഈ ഒരു കമ്പനിയിൽ ഞാൻ ഒരു ഉപ്പനാണ് ഉപ്പയെന്ന് വിളിച്ചത് ഞാന്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാളെ ഷാഹിർ എന്ന വ്യക്തിനെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ മരിച്ചു പോയി എന്ന് മാത്രമേ നിങ്ങൾ കൂട്ടാവൂ. അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയിൽ ഉണ്ടാവൂന്ന് ഞാൻ 100% നിങ്ങളെ മുമ്പിൽ സമർത്ഥിക്കുകയാണ്. അപ്പൊ ഷാഹിർ സാർ, എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം അറിയില്ല. ഇനി പേരും മൊബൈൽ നമ്പറും മതി ഈ ID രജിസ്റ്റർ ചെയ്യാനെങ്കിൽ ആർക്കും ചിലപ്പോൾ ഉണ്ടാവാം, എനിക്കും ഉണ്ടാവാം, പറയാൻ പറ്റില്ല. കാരണം എന്റെ മൊബൈൽ നമ്പറും പേരും അറിയുന്ന എത്ര ആളുകളുണ്ട്. ഒരുവിധം ഗ്രൂപ്പുകളിലൊക്കെ ഞാനുണ്ട്, കോമൺ ഗ്രൂപ്പുകളിലുണ്ട്. ഇങ്ങനെയൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന കമ്പനിയാണെങ്കിൽ അതിന്റെ ഒരു നിലവാരം നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പം അവിടെ നമുക്ക് പറയാനുള്ളത്, ഞാൻ ഒരു ട്രേഡ് യൂണിയന്റെ ഭാരവാഹിയാണ്, ജില്ലാ ഭാരവാഹിയാണ്. അപ്പോൾ എനിക്ക് ആ ബോധവൽക്കരണം കൂടെ നിങ്ങളിലേക്ക് അടക്കം തരേണ്ടതുണ്ട്. മറ്റുള്ളൊരു കമ്പനിയിൽ പോയിട്ട് ആളുകളെ ഇതിലേക്ക് ക്യാൻവാസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ നമ്മുടെ ആശയം, നമ്മുടെ കമ്പനി, അതായിരിക്കണം നിങ്ങൾ കൊടുക്കുന്ന പ്ലാൻ, അതിന്റെ സാധ്യതകൾ. മറ്റുള്ള ഒരു കമ്പനിയെ മോശമാക്കി പറയാൻ നിങ്ങൾ ആരും ശ്രമിക്കരുത്. എനിക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത്, ഒരു കമ്പനിയും മോശമല്ല, അവർക്ക് അവരുടേതായ പ്ലാനും അവരുടേതായ കാര്യങ്ങളും അവരെ പ്രൊഡക്റ്റ് മെച്ചമൊക്കെ ആയിരിക്കും. അതിനൊന്നും തർക്കിക്കാനോ അതിനെ നമ്മൾ മറ്റുള്ള കൈകീഴ്ത്താനൊന്നും നമ്മളായിട്ട് പോകാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് മൈ ലൈഫ് സ്റ്റൈൽ കമ്പനി എന്താണെന്നും അതിന്റെ പ്ലാൻ എന്താണെന്നും അതിന്റെ പ്രോഡക്റ്റ് എന്താണെന്നും എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഏതെങ്കിലും കമ്പനിയിൽ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരത് ചെയ്തോട്ടെ, അവരെ വിട്ടേക്കണം. ഈ ബിസിനസിന്റെ ആശയങ്ങൾ എത്താത്ത എത്രയോ ആളുകളുണ്ട്.
അവരിലേക്കാണ് നമ്മൾ ഇത് എത്തേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് എനിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്. കാരണം ഈ ബിസിനസ്സിൽ വന്നു, ഡയറക്ട് സെല്ലിംഗ് വലിയ സാധ്യതയുള്ള മേഖല എന്ന് മനസ്സിലാക്കി, എന്നിട്ട് നിങ്ങൾ എവിടെ എത്താതെ പോകുന്ന ഒരു അവസരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു അവസ്ഥ, തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഈ മൈലേഷ്യൽ ബിസിനസ് ഏറ്റെടുക്കുക. കാരണം ഇതൊരു വെറും 10 രൂപ അധികം കിട്ടാനോ അല്ലെങ്കിൽ കുറച്ച് ആളുകളെ അധികം ചേർത്തിന്ന് കാണിക്കാനോ ഉള്ള ഒരു കമ്പനിയേ അല്ല. കൂടെ വരുന്ന ആളെ രക്ഷപ്പെടുത്തണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ലീഡേഴ്സ് അതിലുള്ളത്. ബെല്ലനിസാറ് കൂടെ ഞങ്ങൾ ജോയിൻ ചെയ്തിട്ട് ശേഷം 6 വർഷം കഴിഞ്ഞു. ഞങ്ങൾ ഈ ബിസിനസ്സിൽ വന്നത് ഞങ്ങൾക്ക് മാത്രം നേട്ടം ഉണ്ടാക്കാനുള്ളതല്ല, കൂടെ വരുന്ന ആളുകളെ രക്ഷപ്പെടുത്താനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ കമ്മിറ്റ്മെന്റ് കാണിക്കുക. ഇന്ന് ഒരു ദിവസത്തെ നേട്ടത്തിനാണ് നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി അല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കമ്പനിയോട് നല്ല തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു 8ഓളം കമ്പനി കമ്പയർ ചെയ്ത് പഠിച്ച സമയത്ത് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നിയതിനെ ഞാൻ ചൂസ് ചെയ്തു. അങ്ങനെ നിങ്ങൾക്കും ചൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇവിടെ ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഞാനൊരു 4 പേരെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ ഒരു ഊറ്റം കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നല്ലതല്ല. അങ്ങനെയൊക്കെ നമ്മളൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പക്ഷെ ഒരു ജോയിനിങ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വരുമാനം അധികം ഉണ്ട്, നിങ്ങൾക്ക് അതിനേക്കാൾ നല്ലത് ഇതാണ്, അത് ചെയ്തുകൊണ്ട് ആരും എവിടെ എത്താൻ പോകുന്നില്ല. ഞാൻ തീർച്ചയായിട്ടും പറയുന്നുണ്ട്, നമ്മളെ ലീഡർഷിപ്പിലുള്ള വളരെ കുറഞ്ഞ ആളുകൾ പോയിട്ടുണ്ട്. കാരണം അതിന്റെ പ്രധാന കാരണം സംഭവിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ലീഡേഴ്സുമായിട്ടുള്ള ഈഗോ ആണ്. ഈഗോ ക്ലാഷിന്റെ പേരിൽ, അതായത് എനിക്കിപ്പോൾ നല്ല വരുമാനം കിട്ടുന്നുണ്ട്, പക്ഷെ എൻ്റെ അപ്ലൈന് ഞാൻ ചെയ്തിട്ട് ഒന്നും കിട്ടരുതെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കോടികൾ ഇട്ടിട്ടും കാര്യമില്ല, കോടികൾ വരുമാനം കിട്ടിയതുകൊണ്ട് കാര്യമില്ല. എൻ്റെ അപ്ലൈൻ ലീഡറായിട്ടുള്ള ഷാഹിർ സാറിന് ഞാൻ ചെയ്തിട്ട് 1 രൂപ പോലും കിട്ടാൻ പാടില്ല എന്നാണ് എൻ്റെ ഉദ്ദേശമെങ്കിലോ ഞാൻ ഈ കമ്പനി ചെയ്യൂല. ഞാനും പോലും എൻ്റെ കൂടെ ചെയ്തിട്ട് ഷാഹിർ സാറിന് വരുമാനം കിട്ടുന്ന ഏതൊരു വ്യക്തി ഉണ്ടോ ആ വ്യക്തിനെയും കൂടി അടർത്തി കൊണ്ടുപോകാനുള്ള മാക്സിമം പണി ഞാൻ ചെയ്യും. അപ്പൊ അതല്ല നമ്മുടെ ഉദ്ദേശം, നമ്മൾ രക്ഷപ്പെടാന്നുള്ളതാണ്. ഡയറക്ട് സെല്ലിംഗിൽ വന്ന് മൈലേഷ്യയിൽ വന്നതിന് ശേഷം പരിചയപ്പെട്ട ഒരുപാട് വ്യക്തികൾ അന്നപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ കാണുന്ന ആളുകളുടെ ഭൂരിഭാഗവും അവിടെ ഞാനൊരു ഈഗോ വെച്ച് കളിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഞാൻ അതിനെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് വ്യക്തികൾ ഈ ഡയറക്ട് സെല്ലിംഗിൽ വന്നതിന് ശേഷം എനിക്ക് പരിചയപ്പെടാൻ പറ്റി, അത് ഭാഗ്യമായിട്ട് കാണുന്നു ഞാൻ. അല്ലാതെ ഉള്ള വിരോധം വെച്ച് നമ്മൾ ഇടുങ്ങിയ മനസ്ഥിതിയുമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളെ ക്വാളിറ്റി അല്ല അത്. ഒരു കമ്പനിനെ എത്താൻ പാടില്ല. ഇന്നലെ രാത്രി വന്ന ഒരു വോയിസ് മെസ്സേജ് ഞാനത് കംപ്ലീറ്റ് കേട്ട് തീർന്നു. എനിക്ക് ആ വ്യക്തിനോട് വളരെ സഹതാപം തോന്നുന്നത്. നമ്മളെ കമ്പനിനെ എത്ര പ്രാവശ്യമാണ് അയാൾ പേരെടുത്ത് പറഞ്ഞിട്ട് വിമർശിക്കുന്നതെന്ന് അറിയോ? അല്ലെ എന്ത് കാര്യത്തിന്? അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർക്ക് അവരുടേതായ ശരിയുണ്ട്, നമുക്ക് നമ്മുടേതായ ശരിയുണ്ട്. അപ്പൊ അവിടെ ആ സുഹൃത്തിനോടക്കം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളെ പ്രോഡക്റ്റും നിങ്ങളെ പ്ലാനും നിങ്ങളെ കാര്യങ്ങളും ആശയങ്ങളുമായിട്ട് ജനങ്ങളിലേക്ക് പോവുക. അവിടെ ഞങ്ങളെ കമ്പയർ ചെയ്ത് പഠിപ്പിച്ചു കൊടുത്ത് അല്ലെങ്കിൽ സമയം വെറുതെ കളയരുത്. കാരണം ഏറ്റവും കൂടുതൽ ലോകത്ത് സാധ്യതയുള്ള ഇന്ത്യയിലെ നമ്പർ 1 ക്വാളിറ്റി എന്ന് ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഞങ്ങളുടെ കമ്പനി. ഒരുപാട് വേരിയൻസ് ഓഫ് പ്രോഡക്റ്റ് ഇതിനകത്തുണ്ട്. ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡിനുള്ള അവാർഡ് കഴിഞ്ഞ 3 വർഷവും കിട്ടിയിട്ടുള്ളത് എലമെന്റ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രധാന ബ്രാൻഡിനാണ്. ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉള്ള കമ്പനി, ഏറ്റവും കൂടുതൽ പേ ഔട്ട് അച്ചീവേഴ്സ് ഉള്ള കമ്പനി, 1000 മേലെ കണ്ടിന്യൂസ് സീലിംഗ് അച്ചീവേഴ്സ് ആഴ്ചയിൽ 2,10,000 വാങ്ങിക്കുന്ന കമ്പനി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് വേണ്ടി ഒരു മീറ്റിംഗ് വെക്കേണ്ട ഗതികേടിലേക്ക് ഞങ്ങൾ ഒരിക്കലും എത്തൂല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങളുടെ MD വന്ന് പറഞ്ഞിട്ട് 20 വർഷം നിങ്ങളെ കാര്യം ഈ കമ്പനിയിൽ സേഫ് ആണ്. 20 years, 20 വർഷം. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. പിന്നെ നിങ്ങൾ ഒരു കാര്യം നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മനസ്സിലാക്കുക, ഇത് തുടക്കത്തിൽ വന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് പഠിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി ജനങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് തുടക്കത്തിൽ ഒരുപാട് ഫ്രസ്ട്രേഷൻ അനുഭവിച്ച ആളുകളാണ് ഞങ്ങൾ ലീഡേഴ്സ് അടക്കമുള്ള ഓരോ ആളുകളും. കാരണം നമ്മൾ ഇതുവരെ ചെയ്യാത്ത മേഖല ഡയറക്ട് സെല്ലിംഗ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കണം, അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. വന്ന പാടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞോളാം എന്നില്ല. കാരണം ഓരോ പ്രൊഡക്റ്റും അതിന്റെ ക്വാളിറ്റിയും അതിന്റെ യൂസേജും നമുക്കറിയില്ല. അപ്പൊ അവിടെ ലീഡേഴ്സിന്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ടീം ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, അന്ന് എന്നോട് പല കമ്പനികളും സമീപിച്ചിരുന്നു. ഈ അടുത്ത കാലത്ത് പൂട്ടിപ്പോയ മണി ചെയിൻ കമ്പനി ആയിട്ടുള്ള ഐറിച്ച്, അതിന്റെ ലീഡേഴ്സ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു. വേറൊരു മണി ചെയിൻ ദുബായ് ബേസ്ഡ് കമ്പനി, നമ്മുടെ നാട്ടിലൊക്കെ 3-3.5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ജോയിനിങ് നടത്തുന്ന കമ്പനികളിൽ എന്നോട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് പ്ലാൻ തരികയും ഇത് പ്രൊഡക്റ്റ് വിറ്റ് നടക്കാനല്ല ഡയറക്ട് സെല്ലിംഗ്, ഇത് വരുമാനം ഉണ്ടാക്കലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്നേഹപൂർവ്വം നിരസിച്ചായിരുന്നു. ആ 2 കമ്പനിയും ഇന്നില്ല. ഞാൻ അതിലേക്കായിരുന്നു ആ മോട്ടിവേഷൻ കേട്ട് പോയതെങ്കിൽ എന്തായിരുന്നു എൻ്റെ അവസ്ഥ? എന്റെ ഫ്യൂച്ചർ നഷ്ടപ്പെടുമായിരുന്നു, ഒരു സംശയ കാര്യത്തില്ല. പണം തരിക എന്നുള്ളതിലപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എങ്ങനെ അവർക്ക് ഇത് തരാൻ പറ്റും? പലവട്ടം പ്ലാൻ മാറ്റുന്ന കമ്പനിയാണെങ്കിൽ സ്റ്റേബിലിറ്റി ഇല്ല.
നമ്മളെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ ഒരേ പ്ലാനിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിലെ വിഷയമില്ല. പല കമ്പനികളും ഇന്ന് ഞാൻ ഈ കമ്പനിയിൽ വന്നിട്ട് 6 വർഷമായി, 6 വർഷത്തെ ആയുസ് പോലും ഇല്ലാതെ അസ്തമിച്ച് പോയ ഒരുപാട് കമ്പനികളെ എനിക്കറിയാം. അപ്പൊ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളെ സമ്മതമല്ലാതെ ഐഡിയ അടിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഒരിക്കലും പാടില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെടണം. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ നീക്കിക്കോളാം. നിങ്ങളെ സമ്മതമില്ലാതെ ഐഡി രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളെ പ്രൊഡക്റ്റ് വിൽക്കാൻ ഒരാളെ നിങ്ങൾ ഏൽപ്പിക്കേണ്ടതില്ല. ആ പ്രൊഡക്റ്റ് എങ്ങനെ വിൽക്കണം എന്നുള്ള കൃത്യമായുള്ള ട്രെയിനിങ് നമ്മൾ തരുന്നുണ്ട്. ഞങ്ങൾ എല്ലാ സപ്പോർട്ടും ഞങ്ങളെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അതൊക്കെ താൽക്കാലികമായിട്ട് നിങ്ങൾ അവിടേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ഊറ്റം കാണിക്കുക എന്നതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല. 1-2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. ഓക്കെ. പിന്നീട് നിങ്ങൾ പിന്നെ അവർ പോകുന്നത് വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പുതിയ ആളുകളെ ഇങ്ങോട്ട് വലിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങളെ പുറകെ അവർക്ക് വരേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ വന്നു കഴിഞ്ഞു. അവിടെ പിന്നെ നിങ്ങൾ വീണ്ടും ഈ എന്തോ സാധനങ്ങൾ എന്താണെന്ന് അറിയില്ല, ഏത് കമ്പനിയിലേക്കാണ് നിങ്ങൾ പോകണമെന്ന് അറിയില്ല, ആ കമ്പനിയിലുള്ള ആ ഉൽപ്പന്നങ്ങൾ വീടാന്തരം കയറി വിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, ഒരു ക്വാളിറ്റി എന്റർപ്രണർഷിപ്പിലേക്ക് എത്തേണ്ട നിങ്ങൾ മാറിയിട്ട് റീറ്റെയിലർ ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ കൂടുതൽ ഇനി പറയുന്നില്ല. അപ്പം അവയർനെസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കമ്പനിയുടെ പ്ലാൻ ഏതെല്ലാം രീതിയിൽ റീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ നല്ല വരുമാനം ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇവിടെ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് എടുത്തു പറയേണ്ടത്, അവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നിങ്ങൾ 2 കമ്പനി ഒന്നിച്ച് ചെയ്തോളൂ. അത് വേറെ കാറ്റഗറി പ്രൊഡക്റ്റ് അല്ലേ, ഇത് വേറെ കാറ്റഗറി അല്ലേ, അല്ലെ അത് ഇതും കൂടി ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരാൾക്കും 2 കമ്പനി ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് ഒരാൾക്ക് ബിസിനസ് പ്ലാൻ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ആത്മാർത്ഥതയുള്ള, ഏറ്റവും സാധ്യതയുള്ള ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കമ്പനി ആയിരിക്കും നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് 2ാമത്തെ കമ്പനി ചെയ്യുന്നത്. ഓക്കെ. ഒരു കാരണവശാലും 2 കമ്പനി ഒരേ സമയത്ത് ഡയറക്റ്റ് സെല്ലിംഗിൽ സക്സസ് അല്ല. ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം ഇന്ത്യൻ സാഹചര്യം അങ്ങനെയല്ല ഉള്ളത്. അവർക്കുള്ള നമുക്ക് ഇന്ന് നിത്യോപയോഗ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും അതുകൊണ്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത് നമുക്ക് ഇറക്കി തന്നിട്ടുള്ളത്. നിങ്ങളെ വീട്ടിലേക്ക് അത്തരം സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളിലുണ്ട്. അവരെ പ്രൊഡക്റ്റിനെക്കാട്ടും ക്വാളിറ്റി ഉള്ളതും അതിനേക്കാൾ റേറ്റ് കുറച്ചിട്ടുള്ളതും നമ്മളെ കയ്യിലുണ്ട്. അത് വാങ്ങി നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ 2 കമ്പനി ഒന്നിച്ച് ചെയ്യുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, അതൊരിക്കലും പോസിബിൾ അല്ല. നിങ്ങളെ കൂടെ ജോയിൻ ചെയ്ത ആളോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ എന്താ പറയാ, പിന്നെ അവരോട് ഒരു വഞ്ചന എന്ന് തന്നെ പറയാം. കാരണം നിങ്ങൾക്ക് ഈ കമ്പനിയിലോ അല്ലെ ആ കമ്പനിയിലോ 2 കമ്പനി ചെയ്യുന്ന ആൾക്ക് ആ 2 കമ്പനിയും പൂർണ്ണമായിട്ട് വിശ്വാസമല്ല എന്നാണ് അതിന്റെ കാര്യം. അപ്പൊ ഒരു കമ്പനിയിൽ കോൺഫിഡന്റ് ആണെങ്കിൽ നമ്മൾ ആ കമ്പനി ഏറ്റെടുത്ത് ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ പോലും ഈ പറഞ്ഞ 8 കമ്പനിയെ കമ്പയർ ചെയ്ത് പ്ലാൻ പഠിച്ചതിന് ശേഷം പിന്നെ ഒരു കമ്പനിയുടെ പ്ലാൻ കേൾക്കാൻ ഞാൻ പോയിട്ടില്ല. കാരണം എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കാലശേഷവും അതിന് എൻ്റെ കുടുംബത്തിനും കിട്ടാൻ പറ്റുന്ന വലിയ ഓപ്പർച്യൂണിറ്റി ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ ഇതിനെ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ ലെവലിലേക്ക് നിങ്ങളും ഓരോരുത്തരും മാറുക.